ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി ഇടുക്കി ജില്ലാ നേതൃത്വ യോഗം ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിനും മുന്നേറ്റത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി. ഇടുക്കി ജില്ലയിൽ മാത്രം ഇതിനോടകം 200ഓളം യൂണിറ്റുകൾ രൂപീകരിക്കാൻ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനം, കുടുംബങ്ങളുടെ പരസ്പര ഐക്യം എന്നിവ മുൻനിർത്തിയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം. ഇതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് സംഘടന ലക്ഷ്യമിടുന്നത്. ഇടുക്കി ജില്ലാ കൺവീനർ എസ് രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യോഗത്തിന്റെ ഉദ്ഘാടനം DMS സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി നിർവഹിച്ചു. ബാങ്ക് വഴി ഇത്ര ശതമാനം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് 20,000 രൂപ അല്ലെങ്കിൽ 100 യൂണിറ്റുകൾ കൂടുമ്പോൾ ഒരു 20 ലക്ഷം രൂപ മുകളിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാകുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ 3 ഓഡിറ്റിംഗ് കഴിയാനുള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ നമ്മുടെ 100 യൂണിറ്റ് എന്നുള്ളത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ നേതാക്കന്മാർ ജോൺസണും രാജനും ചിന്തിച്ചു, മറ്റു നേതാക്കന്മാരല്ല, ആരും നേതൃത്വം പറഞ്ഞു, നേതാക്കളടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് 100 യൂണിറ്റ് നമുക്ക് ഇടുക്കി ജില്ലയിൽ നമുക്ക് 200 യൂണിറ്റിന് മുകളിലേക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ പടി നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഘട്ടമാണ് നിങ്ങളുടെ നിക്ഷേപം. നിങ്ങൾ യൂണിറ്റുകൾ എല്ലാവരും യൂണിറ്റ് രൂപീകരിച്ച ആളുകളാണ്, യൂണിറ്റുകൾ രൂപീകരിച്ച് നിങ്ങളുടെ നിക്ഷേപം നമ്മുടെ സൊസൈറ്റി പറയുന്ന ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് രണ്ടാമത്തെ ഘട്ടം കടക്കാവുന്നതാണ്. ഈ 2 ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ഈ യൂണിറ്റുകളുടെ നിക്ഷേപ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിലേക്ക് ഞങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഈ മൈക്രോ ഫിനാൻസ് പദ്ധതിക്ക് അംഗീകാരം മേടിച്ച് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. DMS ജനറൽ സെക്രട്ടറി KN മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP ജോസഫ്, സംസ്ഥാന ട്രഷറർ ബൈജു, ഭാരവാഹികളായ ജോമോൻ 40-ാം പറമ്പിൽ, സെൽവി CK, ബിന്ദു, താലൂക്ക് കൺവീനർ ജോൺസൺ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികളാണ് നേതൃത്വ യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.